ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ അതുപോലെ നിങ്ങളോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്നും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നു, പിന്നെ വോയിസ് ഓവർ ഒക്കെ കൊടുത്തല്ലേ. ഇന്നിപ്പോൾ ഓൺ വോയിസിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാതെ ചെയ്യുമ്പോൾ എന്തോ ഒരു ടെൻഷൻ, വല്ലാത്ത സ്റ്റാർട്ടിങ് ട്രബിൾ തോന്നുന്നു. ഏതാണ്ട് സ്റ്റേജിൽ എന്തോ ഒരു പ്രോഗ്രാമിന് റെഡി ആയിട്ട് അടുത്ത് നമ്മളെ ചെസ് നമ്പറാണ് വിളിക്കാൻ പോണത്. അപ്പം അതിന് റെഡി ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ, അതേപോലെ തോന്നുന്നു ഇപ്പോൾ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് നല്ലത്. കാരണം മറ്റേൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ വോയിസ് ഓവർ കൊടുക്കണം. ഇതാകുമ്പോൾ എളുപ്പമാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ തന്നെ പറയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞൂല്ലോ. തമ്പനയിൽ എന്താണോ കണ്ടത് അതിൽ നിന്ന് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ തമ്പനയിൽ എന്തായിരുന്നു, സെക്കൻഡ് പ്രഗ്നൻസി എന്നുള്ളതായിരുന്നല്ലോ. അതെ, ഇപ്പം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ കിതപ്പ് വരുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടെൻഷനുണ്ട്, അതിൻ്റെ കൂടെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു ബ്രീത്തിങ് ഇഷ്യൂ വരുന്നുണ്ട്. ഭയങ്കര കിതപ്പ് തോന്നുന്നു. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്തോട്ടോ. പിന്നെന്താ, എനിക്കിപ്പോൾ 6ാമത്തെ മാസമാണ് പ്രഗ്നൻസിയുടെ. മൂത്ത ആൾക്ക് മോനക്ക് ഇപ്പോൾ 2.5 വയസ്സും, എനിക്കിപ്പോൾ 6ാമത്തെ മാസം. ഓക്കെ, ഇപ്പം നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു വീഡിയോ കയറി അങ്ങ് വൈറലായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അത് പിന്നെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ അറിയണ്ടാവില്ലല്ലോ നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ അത് കാരണം പറയാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഇതും റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സത്യം തുറന്ന് പറഞ്ഞിട്ട്, അതായത് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നതാണല്ലോ നല്ലത്. അപ്പോൾ നിങ്ങൾക്കും ഒരു സംശയമില്ല, എനിക്കും കാര്യങ്ങൾ ഈസിയാണ്. ഒന്നും അങ്ങനെ ഒളിച്ച് മറിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ചായി ഞാനിങ്ങനെ ഇതൊന്ന് റിവീൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതിനുള്ള സാഹചര്യം അങ്ങ് ഒത്തു വന്നില്ല. അപ്പോൾ പിന്നെ അങ്ങ് പറയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കായിരുന്നു. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഷൂട്ടിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു. ഇൻട്രോ മാത്രം ഞാൻ രാത്രിയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി നമ്മളൊരു ലൈഫ് പോലെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ചെയ്യാനങ്ങ് പറ്റുന്നില്ല. കാരണം ഒന്ന് എനിക്ക് ബുദ്ധിമുട്ട്, അതായത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ക്ഷീണം വരും, തളർച്ച വരും. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കുറേ നേരം നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാലുവേദനയും നടുവേദനയുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട്, ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് കൂടിയ ആൾക്കാരാണ് കാലുവേദന. കുറച്ച് നിന്നാൽ മതി, കുറച്ചൊന്ന് നിന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാലുവേദന ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളത് ക്ഷമിക്കുക. ഒരു പാവം ഗർഭിണിയുടെ രോദനമായിട്ട് കണക്ക് കൂട്ടുക. ഓക്കെ, അപ്പം ഇന്നത്തെ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചെടിച്ചട്ടികൾ കാണിച്ചു തരാം കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സാണ്, അത്ര നല്ല വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം സൈസ്. ഞാൻ കുറച്ചായി ഇതുപോലത്തെ നല്ല കളർഫുൾ ആയിട്ടുള്ള പോട്ട്സ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഷോപ്സിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഞാൻ മേടിച്ചപ്പോൾ 159 രൂപയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഓഫറിൽ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്, 139 രൂപ ഉണ്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈസ് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ, അത്ര നല്ല വലിപ്പമുള്ളതല്ല, പിന്നെ നല്ലോണം ക്വാളിറ്റി ഉള്ളതും അല്ല. പക്ഷേ നമുക്ക് നല്ല ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല പോട്ട്സാണ്.
പിന്നെ അപ്പം 5 കളറിലായിട്ട് 10 പോട്ട്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഹോളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് വെള്ളം നിറച്ചിട്ടോ അല്ലെങ്കിൽ മണ്ണാണ് നിറക്കുന്നതെങ്കിൽ കുറേ വെള്ളം ഒഴിച്ചാലൊക്കെ ചെടി ചിലപ്പോൾ നാശമായി പോവും. അപ്പോൾ നമ്മളതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം പോകാനും, കാരണം ഇതിൻ്റെ അടിയിൽ വെള്ളം പോകാനുള്ള ഹോൾസ് ഇല്ലാത്ത കാരണം. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചെടി നടാനാണ് ആദ്യം തന്നെ ഇറങ്ങിയത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അസിസ്റ്റൻ്റ് ആച്ചിലും കൂടി ഉണ്ട്. നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും കൂടെ ഇവനുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് മണ്ണൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കോരിയിടുന്നുണ്ട്. പിന്നെ ഈ ചെടിച്ചട്ടി നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെ വെക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ കിച്ചണിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവനെത്താത്ത സ്ഥലത്ത് വേണം നമുക്ക് വെക്കാനും. അപ്പം അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ പലതും ചെയ്യും. അപ്പോൾ കിച്ചണിൽ വിൻഡോയുടെ ആ ഭാഗത്താവുമ്പോൾ അവനക്ക് അങ്ങനെ എത്തില്ല. അപ്പോൾ അത് കാരണം അവിടെ കുറച്ച് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ചെടിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇതിന് പ്രോപ്പറായിട്ട് പരിചരിക്കാത്ത കാരണം അതിനിഷ്ടമുള്ള പോലെയൊക്കെ വളഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് 4-5 തുണ്ടം പൊട്ടിച്ചിട്ടാണ് ഞാനൊരു പോട്ടിൽ വെക്കുന്നത്. പിന്നെ ഈ ഒരു ചെടിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇതും പിന്നെ കുറേ കാലമായി എൻ്റെ കൂടെ കൂടിയിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് മറ്റേ നമ്മുടെ കൈതച്ചക്കയുടെ ഇല ഒക്കെ ഇല്ലേ, മുള്ളുള്ള ഇല, അതേപോലത്തെ അതിൻ്റെ ചെറിയൊരു വേർഷൻ, ഏകദേശം ഒരു ചെറിയൊരു വയലറ്റ് കളറോട് കൂടിയിട്ടുള്ളൊരു അങ്ങനത്തെ. അപ്പോൾ അതിൽ മുളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വലിയ അമ്മനെ തന്നെയാണ് മാറ്റി വെക്കുന്നത്. മുള പൊട്ടിയതിനെ ഞാൻ ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് വലിയതാണ് എടുത്തിട്ട് ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാൻ പോണത്. ഈ 2 തരം മണി പ്ലാന്റ് ഞാൻ കിച്ചണിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു യെല്ലോ പോട്ട് കുറേ കാലമായി എൻ്റെ കയ്യിൽ 20 രൂപയ്ക്ക് കണ്ട് മേടിച്ചതാണ്. പക്ഷേ അതിനൊരു കുഴപ്പമില്ല കേട്ടോ, കുറേ കാലമായി. അപ്പോൾ ആ പോട്ടൊന്ന് മാറ്റിയിട്ട് അതിലത്തെ ആ 2 തരം മണി പ്ലാന്റും ഞാൻ ഒന്നാക്കിയിട്ട് വെക്കാം, ഈ നമ്മുടെ പുതിയ പോട്ടിലേക്ക് വെക്കാം എന്നുള്ള വിചാരിച്ചിട്ടാണ്, വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ പഴയ യെല്ലോ പോട്ട് വെള്ളമൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്, പക്ഷേ അങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ട് വൃത്തിയാക്കാറില്ല. അപ്പം അതിൻ്റെ ഇത് കാണാനുണ്ട്. ആ ഒരു സ്റ്റോണൊക്കെ മാറ്റിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുള്ള് അഴുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ അതിലത്തെ സ്റ്റോണൊക്കെ പുതിയ പോട്ടിലേക്ക് വെച്ചിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ടാണ് ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചത്. ഇനി ഇത് ഉച്ചക്കത്തെ പരിപാടിയാണ് കേട്ടോ. ഉച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. റൂബിക്ക ഉപ്പിലിടാനല്ല, അച്ചാറിടാൻ വേണ്ടിയിട്ട്. റൂബിക്ക ഉപ്പിലിടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റൂബിക്ക അച്ചാറിടുന്നത് ഇതുവരെ കണ്ടിട്ടില്ല, ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കണത്.
അപ്പോൾ റൂബിക്ക കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് നടുവൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ അച്ചാറിടാൻ പോണത്. അപ്പോൾ ആദ്യം ഉലുവ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ട് ഉലുവ വറുക്കാനുള്ള കുറച്ച് എണ്ണ, നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉലുവ ഇട്ടിട്ട് കരിക്കാതെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം പൊടിച്ചിട്ട് അച്ചാറിൽ ചേർക്കാനുള്ളതാണ്. റെസിപ്പിയൊക്കെ ഉമ്മാടെയാണ് കേട്ടോ. ഉമ്മ ഉണ്ടാക്കണത് കണ്ടു, അത് ഞാൻ പറഞ്ഞു തരുന്നു മാത്രം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ. 200 ml എണ്ണക്കുപ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ പകുതി 1/4 ഭാഗത്തോളം നമ്മളിവിടെ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും കരിക്കരുത് കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന വരെ, തീ വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചോളൂ, പേടിയുണ്ടാച്ചെങ്കിൽ ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അത്രയും മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് കിട്ടുമ്പോൾ അതിലേക്ക് നമ്മളൊരു 3-4 ടേബിൾ സ്പൂണോളം സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റൂബിക്ക വേവിക്കല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് ഇളക്കി മറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ റൂബിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. 2 ട്രിപ്പ് മീൻസ് ആദ്യം ഇട്ട പാത്രത്തിൽ തികയാത്തിന് പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു കയ്യിൽ, അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് പറയുമെന്ന് എനിക്ക് അറിയില്ല, കയ്യിലാണ് ഉപ്പെടുത്തത്. അത് കാരണം ടേബിൾ സ്പൂൺ എത്ര ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ നിറയെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുത്തത്. അത് മതിയായി ഉണ്ടായിരുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് അവസാനം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ പിന്നെയും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചതച്ചെടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ കല്ലിട്ടിട്ടാണ് നമ്മൾ പൊടിച്ചത്. അത് ഇട്ട് കൊടുക്കുക. 1 സ്പൂണോളം ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 സ്പൂണോളം തന്നെ നമ്മുടെ കായപ്പൊടി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, അച്ചാർ ഭ്രാന്തന്മാരും ഭ്രാന്തികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അടിപൊളിയായിരുന്നു. അതായത് എനിക്ക് തോന്നിയത് നമ്മുടെ നെല്ലിക്ക അച്ചാറൊക്കെ തിന്നില്ലേ, ഏകദേശം അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ റെസിപ്പി ഉമ്മ അങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാറ്. ഉമ്മയുടെ സീക്രട്ട് അച്ചാറിൻ്റെ റെസിപ്പി പുറത്തായിരിക്കുകയാണ്. ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈവനിങ് ആണ് കേട്ടോ. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പോയി അച്ചാറുണ്ടാക്കലൊക്കെ കഴിഞ്ഞു, പോയി ഒന്ന് കിടന്നുറങ്ങി എണീറ്റ് വന്നിട്ടാണ് ഇനി ബാക്കി കലാപരിപാടികൾ. നമ്മളവിടെ മിക്ക ദിവസങ്ങളും ഈവനിങ് എന്തെങ്കിലും ഒരു പലഹാരം, അറ്റ്ലീസ്റ്റ് ഒരു ചപ്പാത്തിയെങ്കിലും ഉണ്ടാക്കാറുണ്ട്. കാരണം എല്ലാവർക്കും ചായക്ക് കടിക്കാലോ, ഉപ്പൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ പൂരി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കുഴച്ച് വെച്ചതായിരുന്നു. പക്ഷേ അവസാന നിമിഷം എനിക്കൊരു തോന്നൽ, പൂരി വേണ്ട, അതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങയുടെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നമ്മുടെ പൂവട ഉണ്ടല്ലോ അതേപോലെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് ശർക്കര ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ശർക്കര ഒന്ന് ഉരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. പിന്നെ ഉണ്ടച്ചെങ്കിൽ ഏലക്കാപ്പൊടി എങ്ങാനും ചേർത്ത് കൊടുത്താൽ ഒരു ഫ്ലേവർ ആവും. പക്ഷെ ഇവിടെ ഏലക്ക പൊടിച്ചതില്ല, അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ചേർത്തില്ല. പിന്നെ ഏലക്ക ഒന്ന് കുത്തി ചേർക്കുകയാണെങ്കിൽ അത് പിന്നെ എന്താ പറയുക, കണ്ണിൽ കരട് പോലെ കിടക്കും, കടിക്കുമ്പോഴൊക്കെ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം ഞാൻ ചേർത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ പൂരിയുടെ മാവൊക്കെ ഒന്ന് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛനുള്ള പാലൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൻ എണീറ്റ് അവന് നേരെ അങ്ങ് കൊടുക്കാമല്ലോ.
അപ്പോഴത്തേനും അച്ചുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും എൻ്റെ കൂടെ കുഴക്കാനും പരത്താനും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ തേങ്ങയുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോർക്ക് കൊണ്ടൊന്ന് ആ അരിഭാഗങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഡിസൈൻ പോലെ ആവും ചെയ്യും. പിന്നെ അതൊന്ന് ഒട്ടി കിട്ടുമല്ലോ, അതിനുള്ളൊന്നും എണ്ണ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഗുഡ് ബൈ. കുറച്ചുകൂടി നമുക്ക് ആക്ച്വലി അത് കൊടുത്തിട്ട് ഇതൊക്കെ പോകുള്ളൂ. അപ്പൊ ഇതിലാക്കാൻ പറ്റില്ല. അതിൽ വെക്ക്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക. ഇത് ഇട്ടുടൻ തന്നെ പിന്നെ നമ്മൾ മറിക്കാനും ഇളക്കാനൊന്നും പോകരുത്. ഒരിത്തിരി നേരം കഴിഞ്ഞിട്ട് ഒരു ഭാഗം ആയതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എണ്ണ കയറൊന്നുമില്ല കേട്ടോ. ഇനി ചെറുതായിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ വെളിച്ചെണ്ണ കയറില്ല. എണ്ണ നല്ല ചൂടുണ്ടായാൽ മതി. നല്ല ചൂടെന്ന് വെച്ചാൽ ഓവർ ചൂടാവണ്ട കേട്ടോ. കാരണം ഒരു മീഡിയത്തിലിട്ടാൽ മതി. കാരണം നമുക്ക് പുറത്തുള്ള മാവൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ. പിന്നെ നമ്മളിതിങ്ങനെ എടുത്ത് മാറ്റുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോണത് വെളിച്ചെണ്ണയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ശർക്കരയാണല്ലോ, ശർക്കരയുടെ ആ ഒരു നീരാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ ഒലിച്ചു പോകുന്നത്. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫില്ലിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള മാവ് കൊണ്ട് പൂരി പോലെ ഒരു 4 പൂരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം. അങ്ങനെ ഈവനിങ്ങിലുള്ള കളിയൊക്കെ കഴിഞ്ഞു. രാത്രിയായപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. ഈ സമയത്ത് ആച്ചിലിന് ചായ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം ആച്ചിൽ കഴിക്കുന്നുണ്ട്. എല്ലാ പിള്ളേരെയും പോലെ തന്നെ എല്ലാ സാധനങ്ങളും അവൻ കഴിക്കില്ല കേട്ടോ. ചിലത് വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. ഒരുവിധം എല്ലാ കുട്ടികളും അതുപോലെ തന്നെ. എല്ലാതും നമ്മൾ പറയുന്ന പോലെ ചുണ്ടിന് കടിക്കാത്തതൊന്നും കഴിക്കണം എന്ന് പറയണ പോലെ അല്ലല്ലോ പിള്ളേർ കഴിക്കില്ലല്ലോ. പക്ഷേ ഇത് അവനക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ മധുരം അവനക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പടി എന്താ ചേച്ചിയാ? അതാ ചേച്ചിയല്ല, ക്യൂൻ.
ക്യൂ എന്ന് പറഞ്ഞത് ക്യൂ എന്ന് പറഞ്ഞേ ചേച്ചി. വയലിൻ ഇങ്ങനെ പറഞ്ഞേ. വയലിൻ അതെന്താ? ആര്? അതെന്താ? മാംഗോ. മാങ്ങ 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 എന്ന് പറഞ്ഞേ. ആ മാംഗോ. അതെന്താ? ഏത്? മന്തിയോ? അതെന്താ അത്? ബോളല്ലേ? പന്ത് എന്നാ പറഞ്ഞിണ്ടാവുക അല്ലേ? അതെന്താ? ബുൾബേ. പിന്നെ കുറച്ചു നേരം ആച്ചിലുവിൻ്റെ കൂടെ ഈ വക ഐറ്റംസും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ. ആപ്പിൾ. ആപ്പിൾ. ഇതെന്താ? ബോൾ. ബോൾ. കോയ. മീനുണ്ട്. ഇതെന്താ? ഡോഗ്. എന്താ? ആന. പറയ അപ്പ തലയിൽ വെച്ച്